വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കാണ് ശാസന. പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനല്ല ശമ്പളം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 2020 കാട്ടുപന്നിയുടെ ആക്രമണത്തിനിരയായ 2 കർഷകർക്ക് 5 വർഷമായിട്ടും അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക കിട്ടിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസുകൾ കയറ്റിയിറക്കുന്ന പരാതിയാണ് ഇന്നലെ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കൃഷിമന്ത്രിക്ക് മുന്നിലെത്തിയത്. രേഖകൾ പരിശോധിച്ച മന്ത്രി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ശാസിച്ചു. കൂടാതെ പാലമേലിൽ നടന്ന പൊതുപരിപാടിയിൽ സദസ്സിലിരുത്തി പരസ്യ ശാസനയും. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരെന്താണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ഒരാൾക്കാരെല്ലാം ഉണ്ട്. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റതായി ചികിത്സിച്ച ഡോക്ടറോട് സാക്ഷ്യപ്പെടുത്തൽ വേണം. ഇത് നൽകാൻ ഡോക്ടർ വിസമ്മതിച്ചതാണ് വൈകാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ന്യായീകരണം തൃപ്തികരമല്ലെന്ന് മന്ത്രി. നഷ്ടപരിഹാരത്തുക വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പി പ്രസാദ് വനമന്ത്രി AK ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടു. തടസ്സങ്ങൾ നീക്കി നഷ്ടപരിഹാരത്തുക ഉടൻ കർഷകരിലെത്തുമെന്നും പി പ്രസാദ് ഉറപ്പു നൽകി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.